എല്ലാവർക്കും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഒരുപാട് സന്തോഷമുണ്ട്. കാരണം മലയാളത്തിൻ്റെ മഹാനടൻ നമ്മുടെ എല്ലാം മെഗാസ്റ്റാർ മമ്മൂക്കയ്ക്ക് ഇന്ന് രാജ്യം അദ്ദേഹത്തെ പത്മഭൂഷൺ നൽകിയിട്ട് അദ്ദേഹത്തിന് ആ പുരസ്കാരം നൽകുന്നൊരു ദിവസമാണ്. ഒരുപാട് കാലം അദ്ദേഹത്തെ മാറ്റി നിർത്തിയ ഒരു സംഭവമാണ് ഈ പത്മഭൂഷൺ. കാരണം അദ്ദേഹത്തിന് ഇന്നലെയും കിട്ടേണ്ട സംഭവമല്ല ഈ പത്മഭൂഷൺ. കാരണം ഒരുപാട് കാലം അദ്ദേഹത്തിന് പത്മശ്രീ കിട്ടിയിട്ടും ഒരുപാട് കാരണങ്ങളുണ്ടായിരുന്നു അദ്ദേഹത്തിന് പത്മഭൂഷൺ കിട്ടേണ്ടത്. പക്ഷെ അദ്ദേഹത്തിന് അതെല്ലാം ഈ സംഘടനയും ഒരുപാട് ഈ ഒരു ടൈമിലാണ് അദ്ദേഹത്തിന് പത്മഭൂഷൺ കൊടുക്കുന്നത്. ആ ഒരു സംഭവം വളരെ സങ്കടമുണ്ട്, അതുപോലെ തന്നെ സന്തോഷമുണ്ട്. കാരണം അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആരാധകരുണ്ട്. അവർക്ക് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് പത്മഭൂഷൺ അദ്ദേഹത്തിന് കിട്ടുകയാണെങ്കിൽ. അദ്ദേഹം ഇന്നലെ ഡൽഹിയിൽ കുടുംബസമേതത്തിൽ അദ്ദേഹത്തിൻ്റെ മകനുണ്ട്, അദ്ദേഹത്തിൻ്റെ ഭാര്യയുണ്ട്, അദ്ദേഹത്തിൻ്റെ മകളുണ്ട്, അദ്ദേഹത്തിൻ്റെ മകൻ ദുൽഖർ സൽമാൻ, ഇവരൊക്കെ കുടുംബസമേതമാണ് ഇന്നലെ ഡൽഹിയിലോട്ട് പോയിട്ടുള്ളത്. ഇന്നെന്തായാലും രാഷ്ട്രപതിയിൽ നിന്നും അവർ ഈ പത്മഭൂഷൺ പുരസ്കാരം ഏറ്റുവാങ്ങും. എന്തായാലും മലയാളികൾക്ക് ഒരുപാട് അഭിമാനിക്കാം. മലയാളത്തിൻ്റെ ഈ മെഗാസ്റ്റാറിന് ഇങ്ങനെ ഒരു പത്മഭൂഷൺ. കാരണം മോഹൻലാലിനൊക്കെ ഒരുപാട് മുമ്പേ അദ്ദേഹത്തിന് കിട്ടി, അതേപോലെ തന്നെ ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം കിട്ടി. പക്ഷേ നമ്മളൊക്കെ ചിന്തിക്കട്ടെ, ഇദ്ദേഹത്തെക്കാൾ അദ്ദേഹത്തിന് അന്ന് അതിന് പ്രസക്തി ഉണ്ടായിരുന്നു. കാരണം ലാലേട്ടൻ നല്ലൊരു നടനാണ്. അദ്ദേഹം ഒരുപാട് കഥാപാത്രങ്ങളൊക്കെ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. ഒരുപാട് നമ്മൾ സാംസ്കാരിക മേഖലയിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തെ തഴയല്ല. പക്ഷേ ഇദ്ദേഹം ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ട്, സൽക്കർമ്മങ്ങളായിട്ടും സാമൂഹികപരമായിട്ടും മറ്റുള്ള സാമ്പത്തികപരമായിട്ടും സിനിമാ മേഖല ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ട് അദ്ദേഹത്തിന് ഈ ഒരു ടൈമിൽ കൊടുക്കുമ്പോൾ അദ്ദേഹത്തെ എത്രത്തോളം ഒരു ഗവൺമെൻറ് തഴഞ്ഞു എന്നതിൽ നമുക്കെല്ലാം മനസ്സിലാകുന്ന കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ മതമായാണോ എന്താണോ അറിയില്ല. എന്തായാലും ഈ ഒരു ടൈമിൽ ആ ഒരു സംഭവം, ഈ ഒരു പുരസ്കാരം കിട്ടിയതിൽ ഒരുപാട് സന്തോഷം. എന്തായാലും ഇന്നലെ മമ്മൂക്ക ഡൽഹിയിൽ വന്ന ആ ഒരു ലുക്ക് അടിപൊളി. കാരണം നല്ല കട്ടി മീശ, താടിയൊക്കെ ട്രിം ചെയ്ത ഒരു സാൾട്ട് ആൻഡ് പേപ്പർ ലുക്കിൽ നല്ലൊരു അടിപൊളി ലുക്കിൽ. എന്തായാലും ആ ലുക്ക് വേറൊരു പടത്തിനല്ല. നമ്മളെ നിതീഷ് സഹദേവൻ്റെ ഒരു മാസ് പടം വരാണ്ട്, അടുത്ത മാസം അതിൻ്റെ ഷൂട്ട് തുടങ്ങുക. അതിന് വേണ്ടിയിട്ട് മമ്മൂക്ക ഫുള്ള് പ്രിപ്പയർ ചെയ്തിട്ട് നിൽക്കണം. എന്തായാലും അതൊരു കിടിലൻ പടവും. അതിന് മുന്നോടിയായിട്ട് ഇങ്ങനെ ഒരു അവാർഡ് കിട്ടുമ്പോൾ നമുക്കൊരു പ്രചോദനം, ഒരു ആവേശമാണ്. എന്തായാലും മമ്മൂക്കിന്ന് അത് വാങ്ങുമ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന മമ്മൂക്ക് ഏത് ലുക്കിലാവും വരിക എന്നുള്ളതാണ്. എന്തായാലും വെയിറ്റ് ചെയ്യും.